UK കടൽ കടന്നെത്തുന്ന അഭയാർത്ഥികളുടെ സംഖ്യയിൽ വൻ വർധനവ്. ഓരോ ദിവസവും ആയിരങ്ങളാണ് ഇല്ലീഗലായി UK കടന്നു കയറുന്നത്. ഇവരിൽ ഏറിയ പങ്കും ഉപയോഗിക്കുന്നത് ചെറിയ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള റബ്ബർ ബോട്ടുകളാണ്. അതിൽ ഔട്ട്ബോർഡ് യമഹ എഞ്ചിൻ ഫിറ്റ് ചെയ്ത് 4-5 പേർക്ക് കയറാവുന്ന ചെറിയ ബോട്ടുകളിൽ 50-60 പേരാണ് ഈ ബോട്ടിൽ UK കടക്കുന്നത്. 2024 കണക്ക് പ്രകാരം 36,816 പേരാണ് ഇത്തരത്തിൽ UK കടന്നത്. ഇവരിൽ ഏറിയ പങ്കും യുദ്ധം നടക്കുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായ സിറിയയിൽ നിന്നും, ഇറാഖിൽ നിന്നും, യമനിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, എറിട്രയിൽ നിന്നും ഉള്ളവരാണ്. ഇവരെ കൂടാതെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും അനവധി ആളുകളാണ് ഇപ്രകാരം കടൽ മാർഗം ഇംഗ്ലീഷ് ചാനൽ കടന്ന് UK എത്തുന്നത്. UK ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പലതവണ പറഞ്ഞിട്ടും ഇതേവരെ ഇവരുടെ ഈ കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുവാൻ UK ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. UK കൂടുതലും ആൾക്കാർ കടന്നു വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ ഇതിനുവേണ്ടി പ്രത്യേക കുർദിഷ് ഏജൻസികൾ വരെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. UK ജനസംഖ്യയിലും ഇതുമൂലം വമ്പൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UK കുടിയേറ്റ നയത്തിൽ UK ഗവൺമെൻറ്, ലേബർ ഗവൺമെൻറ് വമ്പൻ പരാജയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു.